ആവേശത്തിലാണ്. നിലവിലിപ്പോൾ മേയർക്കൊപ്പം ഓടുകയാണ്, അക്ഷരാർത്ഥത്തിൽ ഓടുക തന്നെയായിരുന്നു. അല്പസമയം മുമ്പ് മേയർ ഓടിയാണ് ആളുകളെ കണ്ടതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ പരസ്യ പ്രചാരണം കലാശക്കൊട്ടിൽ അവസാനിക്കാൻ. അപ്പോൾ എന്തായാലും ഒരു സ്കൂട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മേയർ. ആ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം 25 വർഷമായി ഇടത് കോട്ടയായി നിൽക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ. അപ്പോൾ ആ ആവേശം, ആ സന്തോഷമൊക്കെ മേയറുടെ മുഖത്ത് കാണാം. അത്തരത്തിൽ എന്തായാലും ഈ നഗര ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. അതായത് ചിന്നക്കടയിലേക്ക് ഇത് അവസാനിക്കാനുള്ള അവസാന ലാപ്പിലാണ് നമ്മൾ മേയർക്കൊപ്പമാണ് നിന്നത്. മേയർ ആദ്യം ഓടിയായിരുന്നു കണ്ടത്, ഇപ്പൊ സ്കൂട്ടർ എടുത്തു അല്ലേ? ഓടി സമയം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സ്കൂട്ടറിലാണ്. അതെ, സമയം ക്രമീകരിക്കാൻ. അത് തന്നെയാണ്. അതായത് ഈ രാഷ്ട്രീയത്തിൽ പല റോളുകളും എടുക്കേണ്ടി വരുമെന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പൊ പെട്ടെന്നാണ് സ്കൂട്ടറിലേക്ക് മാറിയത്. എന്തായാലും ഇത് അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ BJP പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ പ്രചരണവും വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ കാണിച്ചതാണ് വലിയ പ്രതീകാത്മകമായ പ്രതിഷേധം പോലും അതിന്റെ ഭാഗമായി കണ്ടു. ജലക്ഷാമമുള്ളിടത്ത് ഒട്ടകത്തെ ഇറക്കിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ താമരക്കുളത്തെ സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നത്. ഒപ്പം UDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടിരുന്നു. വലിയ ആത്മവിശ്വാസം അവർക്കെല്ലാവർക്കും ഈ ഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് ഇത് അവസാന ലാപ്പിലേക്ക് കടക്കുന്നത്. ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 10 മിനിറ്റിലും ആളുകളെ കണ്ട് ആ സ്നേഹം പിടിച്ചു വാങ്ങി രാഹുൽ, കൊല്ലത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് വിവരിക്കാറുണ്ട്. പക്ഷേ സമയമില്ല. സമയം കാരണം 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അങ്ങനെ മണിമുഴക്കം പോലെ വരും. ഇനി 12 മിനിറ്റിനുള്ളിൽ തീർക്കണം കാര്യങ്ങൾ.